ഹായ്, റൈറ്റ് വിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തയേറിയ ഒരു വീഡിയോ ആണ്. ഇന്നത്തെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാനുമായും പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി അതിനോടനുബന്ധിച്ച് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൻ്റെ എല്ലാം കൂടി ആയിട്ടുള്ളൊരു ഒരു വിഷയമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു ചെറിയൊരു വീഡിയോയിൽ കണ്ടിട്ട് നമുക്കതിന് ശേഷം സംസാരിക്കാം. ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവരാരായാലും അവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം. ആ പ്രതിഷേധ സ്വരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അതാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, മുഖ്യമന്ത്രി പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ്. മുഖ്യമന്ത്രി പോയല്ലോ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നതും മുഖ്യമന്ത്രി ഒറ്റക്ക് പോകുന്നതും എല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. കുറേ കാലമായിട്ട് ഈ മുഖ്യമന്ത്രിയായതിനു ശേഷം ഉള്ള അവസ്ഥ നോക്കിയാൽ ചില ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ? വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ? ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യം വിട്ടുകളി. ഈ കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരാൾ, ഈ അധികാരസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെയൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ? അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ മുഹമ്മദ് ആരിഫ് ഖാൻ എന്ന നമ്മുടെ ഗവർണർ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ പിണറായി വിജയൻ്റെ പറഞ്ഞ കാര്യങ്ങളോ നമ്മൾ സപ്പോർട്ട് ചെയ്യാനല്ല. നമ്മൾ നിഷ്പക്ഷമായിട്ട് എന്താണോ കാര്യങ്ങളോ അത് സംസാരിക്കാനാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും കണ്ടിരുന്നു ഒരു നവകേരള യാത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്ത് ഒരുപാട് സ്ഥലങ്ങൾ എന്നല്ല, കേരളത്തിലെ മൊത്തം 14 ജില്ലകളും കവർ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതിലും ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ആ പ്രതിഷേധത്തെ എങ്ങനെയാണ് ഇവർ നേരിട്ടത്? ജനാധിപത്യപരമായിട്ടാണോ നേരിട്ടത്? ആണോ? അല്ല. അപ്പോൾ ഗവർണർക്കും എതിരെ ഇപ്പോൾ SFI നടത്തുന്ന ഈ സമരരീതി, ഈ ഒരു കരിങ്കൊടി പ്രതിഷേധം, അതിനെ നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു എന്താ പറഞ്ഞാൽ ഗവർണറെ വണ്ടീനെ പോയിട്ട് ഇടിക്കുക, അത് ചെയ്യുക. അപ്പോൾ ഗവർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവർണറുടെ ഒരു നമ്മളെ രാജ്യത്തിൻ്റെ രീതിയിൽ നമ്മളെ ഈ ഗവർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതിൻ്റെ ആ ഒരു അതേ ഗണത്തിൽ അത്രയ്ക്കും മുതിർന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരെ നടത്തുന്ന ഈ ഒരു പ്രതിഷേധത്തെ നമുക്ക് യാതൊരു രീതിയിലും SFIൻ്റെ ഈ ഒരു സമര രീതിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റൂല. അപ്പോൾ രണ്ട് രീതികൾ ആണ് ഇതിലുള്ളത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ആരിഫ് ഖാൻ ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക യോജിക്കാൻ പറ്റും. എന്താ പറഞ്ഞാൽ നടത്തിയ ഈ ഒരു കാര്യം ഒരു കടേൻ്റെ മുമ്പിൽ 2 മണിക്കൂർ ഇരുന്നത് ആ രീതിയിലല്ല. FIR സംഭവം പുള്ളിക്കാരൻ്റെ അതും ഒരു പ്രതിഷേധമാണ്. അപ്പോൾ അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ FIR ഇടുന്നവരെ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് എന്താണെന്നുണ്ടെങ്കിൽ മുൻപ് ഇതേമാതിരി വണ്ടി അടിച്ചു പൊളിക്കാനോ മറ്റേ രീതിയിൽ വന്നപ്പോൾ യാതൊരുവിധ നടപടിയും എടുക്കാതെ നിന്ന് 2-3 ദിവസം കഴിഞ്ഞവരാണ് അതിൽ കൂടുതൽ അത് കൂടുതൽ നമ്മൾ പ്രശ്നം വന്നതിന് ശേഷമാണ് അത് ഒരുപാട് രീതിയിൽ മുന്നോട്ട് പോയപ്പോഴാണ് കേസെടുക്കാൻ പോലീസ് തുനിഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേറൊരു നീതി, ഗവർണർക്ക് വേറൊരു രീതി, ആ ഒരു രീതിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഈ പറഞ്ഞതിൽ തന്നെ ഒരു ഇരട്ടത്താപ്പുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഈ നവകേരള യാത്രയിൽ പോയവരും കോൺഗ്രസിൻ്റെ KCUക്കാർ നടത്തിയ ആ സമര രീതിയിൽ അവരുടെ തലയടിച്ച് പൊട്ടിക്കുക മറ്റുള്ള കാര്യങ്ങൾ പല രീതിയിൽ പല കാര്യങ്ങളും നടന്നപ്പോൾ പുള്ളിക്കാരന് വന്നിട്ട് അതിനെതിരെ യാതൊരു കാര്യങ്ങളും പറഞ്ഞിട്ടുമില്ല. പോലീസുകാർക്കെതിരെ നടപടികളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുഹമ്മദ് എല്ലാം ഒരു രാഷ്ട്രീയ സ്റ്റണ്ടായിട്ട് മാറുകയാണ്.
ഇവിടെ ഇവർ രാഷ്ട്രീയ സ്റ്റണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള പൊതുവിലുള്ള കാര്യങ്ങളൊന്നും പുറത്തറിയാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്റ്റണ്ടാണ് മൊത്തത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളായാലും തന്നെ ഇതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്താ പറഞ്ഞാൽ ഇതിന് ചർച്ച ചെയ്യാനാണ് അവർക്ക് താല്പര്യം. ഞാൻ ഒരു ചന്ദ്രികയിൽ കണ്ട ഒരു ഒരു വാർത്ത ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഒരു പാവപ്പെട്ട മനുഷ്യന്, അതും വികലാംഗനായ ഒരു മനുഷ്യന് കളക്ടർക്ക് എന്താ എഴുതിയിട്ട് ഇന്ന ടൈം അദ്ദേഹത്തിന് പെൻഷൻ കിട്ടായിട്ട് അദ്ദേഹം ഒരു കത്ത് എഴുതിയിട്ട് ഒരുപാട് അലഞ്ഞ് എന്നിട്ടും അത് ഒരായിട്ട് ആത്മഹത്യ ചെയ്തൊരു പത്രവാർത്ത വായിക്കാനിടയായി. എന്ത് നോക്കണം, എത്രത്തോളം അത് വേദന ഉണ്ടാക്കി എന്നുള്ളത്. അതൊന്നും ഇവർക്ക് ചർച്ച ചെയ്യണ്ട. അതൊന്നും അന്തി ചർച്ചയിലോ മറ്റുള്ള ചർച്ചയിലോ ഒന്നും ഞാൻ കണ്ടില്ല, വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അതൊക്കെയല്ലേ ശരിക്കും ചർച്ച ചെയ്യേണ്ടത്. അല്ലാണ്ട് ഗവർണർ അവിടെ കുത്തിരിഞ്ഞ് SFIക്കാർ എന്തോ കോപ്രായം കാണിച്ചതിന് അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഒരു കോളേജ് തലത്തിലൊക്കെ ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ എടുത്തു കളയണമെന്നാണ് ഞാൻ പറയുന്നത്. SFI നല്ല ചെയ്യുന്നില്ല എന്നൊന്നുമല്ല, പക്ഷേ ഈ ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ ഈ കോളേജ് തലത്തിലേക്ക് വരുന്ന രീതിയിൽ വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. സാധാരണ അല്ലാതെ തന്നെ നമുക്ക് പാർട്ടിപരമായിട്ട് പല സംഘടനകളും ഉണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും സ്കൂൾ തലത്തിലോ മറ്റുള്ള കോളേജ് തലത്തിലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇടപെടാമല്ലോ, പാർട്ടികൾക്ക് അല്ലാതെ ഇടപെടാമല്ലോ. അതിനിപ്പോൾ ഒരു കുട്ടികളുടെ ഒരു സംഘടനയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ വേണമെന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് പല അഭിപ്രായമായിരിക്കാം, മറ്റുള്ളവർക്ക് പല അഭിപ്രായമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ പക്ഷത്ത് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. അത് ചിലപ്പോൾ എൻ്റെ ശരി ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് യോജിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അത് ഓരോരുത്തരെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങളും. അപ്പം എൻ്റെതായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നതും പറയുന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ നമ്മളെ മാധ്യമങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താണ്, ഇങ്ങനെ സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് TRP റേറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഒരു കാര്യത്തിലാണ് അവർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പാവപ്പെട്ട ആ ചങ്ങായി മരിച്ചതിൻ്റെത് ചെറിയൊരു വാർത്തയായിട്ട് മാറി. അതൊന്നും ഇവർക്ക് ചർച്ചയിലെടുക്കാനുള്ള അത്രത്തോളമുള്ളൊരു ഉൾക്കാമ്പില്ല എന്നാണോ ഇവർ കരുതുന്നത്, എന്താണെന്നറിയില്ല. എന്താ പറയുക, നമ്മളൊക്കെ എന്തായാലും സാധാരണക്കാരായ നമ്മളൊക്കെ കരുതുന്നത് എന്താ പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഇവർ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ആ ഒരു പാവപ്പെട്ടവൻ്റെ ആ കാര്യങ്ങൾ ഇവർ ആ സമയത്തെ വാർത്തയായി കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ആ ഒരു പെൻഷൻ കിട്ടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാനോ ഒരുപാട് ആൾക്കാർ വരികയായിരുന്നു. ആ കാര്യത്തിലേക്കൊക്കെ അല്ലേ ഇവരെത്തിക്കേണ്ടത്. പറഞ്ഞില്ലേ, യൂട്യൂബിൽ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രയും ഒരുപാട് ചാനലുകളുണ്ട്. പിന്നെ ഇങ്ങനത്തെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ മുതുകാടിൻ്റെ കാര്യങ്ങൾ തന്നെ പറയുന്നതുണ്ട്. അതെന്താണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു രീതിയിലേക്കാണ് ഇവർ വളരുന്നത്. എന്താ പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഇല്ലാതാക്കാനും ഒക്കെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങൾ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട് എന്താക്കുക, അത് ഉയർത്തി കാണിക്കുക. ഒന്നില്ലെങ്കിൽ ഒരു പെയ്ഡ് കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്രയും ജേർണലിസം പഠിച്ചവരോ അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് എഡിറ്ററോ റിപ്പോർട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്വന്തം കാര്യങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ റിപ്പോർട്ടർമാരോ അങ്ങനെ പുറത്തു പോയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് തപ്പിപ്പിടിച്ചിട്ടൊന്നല്ല ഇവർ പറയുന്നത്. ഇവർക്കൊരു കാര്യങ്ങൾ അമ്മമാർ ആ രീതിയിൽ പറഞ്ഞ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ യൂട്യൂബിലുള്ള ആൾക്കാർ മുതുകാടിനെ തെറി വിളിക്കൽ തുടങ്ങി. അതിലും വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുതുകാടിലേക്ക് എത്തപ്പെട്ട എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാണ് ഈ ഒരു അപജയത്തിന്റെ കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. മുഖ്യമന്ത്രിന്റെ കാര്യങ്ങൾ പറഞ്ഞ്, മുഹമ്മദ് ആരിഫ് ഖാന്റെ കാര്യങ്ങൾ പറഞ്ഞ്, നമ്മളൊരാൾ മരണപ്പെട്ട്, എന്നാൽ ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിപ്പോൾ യൂട്യൂബ് കാര്യങ്ങളിലായാലും ശരി,
പൊതു മാധ്യമങ്ങളിൽ ആയാലും ശരി, ഒരുപാട് ആൾക്കാർ കാണുന്ന ആ വാർത്താ മാധ്യമങ്ങളിലായാലും ശരി, അന്തിച്ചർച്ചകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നില്ലേ, ഒരുപാട് ചാനലുകൾ ഉണ്ടാകും. അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇന്നത്തെ എല്ലാ ന്യൂസ് ചാനലിലും എന്താണ്, ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രിൻ്റെ ഈ ഒരു സ്റ്റണ്ട് SFIൻ്റെ സ്റ്റണ്ടാണ്. എന്ത് വൃത്തികേടാണ് ഇവർ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്? ഇതാണോ നമുക്ക് വേണ്ടത്? ജനങ്ങളുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ കിടക്കുന്നത്, അതല്ലേ ഇവർ ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയും. ഈ മുഹമ്മദ് ആരിഫ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുഹമ്മദ് ആരിഫ് ഖാൻ ചെയ്യുന്നതിലും തെറ്റുണ്ട്. മുഖ്യമന്ത്രിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ തെറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അവരുടെ ഒരു വൻ വീഴ്ച തന്നെ ഉണ്ട്. കാരണം മുഖ്യമന്ത്രി വരുന്നേരം ഇപ്പം നമ്മൾ തന്നെ ടി വിയിൽ തന്നെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. കാരണം ഇവരെന്തായാലും കരിങ്കൊടി കാണിക്കാൻ പോകുന്നവരും ടി വിക്കാരെ മറ്റുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇവർ ഇന്ന സ്ഥലത്ത്. അല്ലാണ്ട് ഇപ്പോൾ ഇവർ ഗണിച്ചിട്ട് മാധ്യമക്കാർ പോയിട്ട് ഇവരെ ഓരോ സമരങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണല്ലോ. അതല്ല, ഇവർ ഓരോ സ്ഥലത്ത് സമരം ചെയ്യാൻ പോകുന്നുണ്ടോ, പ്രതിഷേധം ഉണ്ടോ, കരിങ്കൊടി ഉണ്ടോ, അതൊക്കെ അതാത് മാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാരെയും മറ്റുള്ള ആൾക്കാരെയും വിളിച്ചിട്ട് പറഞ്ഞിട്ടാണ് ഇവർ അവിടെ പോയി ചെയ്യുന്നത്. അപ്പോൾ പോലീസുകാർക്കും ഇത് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവര് മുഖ്യമന്ത്രിന്റെ ഈ ഒരു കരിങ്കൊടി കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോൾ ചായക്കടയിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പിടിച്ച് മാറ്റുന്നതും പിടിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കയറ്റുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസുകാർ. അപ്പോൾ മുഹമ്മദ് ആരിഫ് ഖാന്റെ കേസ് വരുന്നേരം, ഗവർണറെ കേസ് വരുന്നേരം മാത്രം എന്തുകൊണ്ട് പോലീസുകാർക്ക് ഇതിന് പറ്റുന്നില്ല? അവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? അതൊരു ഇരട്ടത്താപ്പല്ലേ? അപ്പൊ അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റൂല. സാധാരണക്കാരായ നമുക്ക് യോജിക്കാൻ പറ്റൂല. ഞാൻ പിന്നെ ഒരു പാർട്ടിന്റെ അടിമയല്ല. ഏത് പാർട്ടി നല്ല രീതി ഉണ്ടെങ്കിലും ആ ഒരു രീതിയിൽ മുന്നോട്ട് അതിനെ നല്ല രീതിയിൽ പറയാനും ആരാണോ നല്ലത് ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അല്ലാണ്ട് ഞാൻ മാർക്സിസ്റ്റുകാരൻ്റെ അടിമയോ അല്ല, ഞാൻ മാർക്സിസ്റ്റുകാരനും അല്ല, കോൺഗ്രസ്സുകാരുടെ അടിമയോ അല്ല, കോൺഗ്രസ്സുകാരനും അല്ല, BJPന്റെ അടിമയല്ല, BJPക്കാരനും അല്ല, യാതൊരു പാർട്ടിക്കാരനും അല്ല. ആരാണോ നല്ല ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യും. വോട്ട് ഞാൻ എന്തായാലും ചെയ്യും. കാരണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ വോട്ട് ചെയ്യും. അത് എൻ്റെ അവകാശമാണ്. അത് ഞാൻ വിനിയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും ഇതിൽ രേഖപ്പെടുത്താൻ. എന്താണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും അല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അല്ലാണ്ട് ഇവരുടെ ഈ ഒരു രാഷ്ട്രീയ അജണ്ടകൾ, രാഷ്ട്രീയ ലാക്കോടെ കാണിക്കുന്ന ഇങ്ങനത്തെ വൃത്തികെട്ട ഗിമ്മിക്കുകളാണോ ചർച്ച ചെയ്യേണ്ടത്? ഓരോ മാധ്യമങ്ങളും അവരുടെ TRP റേറ്റ് മാത്രമാണോ നോക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളിലേക്ക് പോയി ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ അവർ സ്വയം ആത്മഹത്യ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ മുന്നേ കൂടി കണ്ട് അത് ചർച്ചയിലെടുത്തിട്ട് അതിന് മുന്നോട്ട് ജനങ്ങൾക്ക് നല്ല രീതിയിൽ പോകാനുള്ള കാര്യങ്ങളിലേക്കല്ലേ മാധ്യമങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതും സർക്കാരും ചെയ്യേണ്ടതും എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.